2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫെല്ലാം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടിട്ട് വരാം. ഇനി നേരെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് എല്ലാം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട് ഒഴിച്ച് ഇനി ഇതൊന്ന് അടച്ചു ഒരു 6 വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം എന്തോ ഇല്ല. ഇപ്പം ദേ കുക്കറൊക്കെ തണുത്തിട്ടുണ്ട്. കോരി നേരെ ബേസിൻ്റെ അകത്തോട്ടിടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ മസാലപ്പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എടുക്കുന്നത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദ എടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. ഒരല്പം ചെറുനാരങ്ങയുടെ നീര്. ഇനി ഒരു 2 തണ്ട് കറിവേപ്പില കൈകൊണ്ട് തന്നെ ഇളക്കിയെടുക്കുക. ഒരല്പം ഇറച്ചിയുടെ ആ വെന്ത ചാറ് ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി ഒരു 1/2 മണിക്കൂറെങ്കിലും ഒന്ന് ഇരിക്കട്ടെ. ഒരു കടായി അടുപ്പത്തോട്ട് വെക്കുക. കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ അങ്ങോട്ട് അരച്ച് പിന്നെ ഇളക്കി കൊടുത്ത് ഒരു മീഡിയം രീതി ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് അങ്ങോട്ട് കോരി ഇതേപോലെ എടുത്ത പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ ബാക്കി ഇവിടെ പൊടിച്ചു. ഇപ്പം ബീഫെല്ലാം ഈ ഒരു രീതിക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഈ സവോളയും കൂടി ഇട്ട് കൊടുക്കും. സവോളയൊക്കെ ഇതേപോലെ ഒന്ന് ചുമന്ന് വരുന്നുണ്ട്. ഈ കറിവേപ്പിലയോട് ഊരിയില്ലാത്തിട്ട് ഇതിങ്ങോട്ട് കോരിയെടുക്കും. ഇതിൻ്റെ അകത്ത് ഇത് റെഡിയാക്കാൻ പറ്റുകയല്ല, കാര്യം ചെറിയ പാത്രമല്ലേ. ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഈ എണ്ണ കുറച്ചങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. ഒരു പിടി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കണ്ടിട്ട് പച്ചമുളകോടൊക്കെ ഇത് നമുക്ക്. ഇതിപ്പോൾ നമ്മൾ ഈ കാശ്മീരി മുളക് പൊടി തന്നെയാണ് എടുക്കുന്നത്. ഇതാകുമ്പോൾ എരിവ് അധികം ഇല്ലല്ലോ. വെറുതുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ ഇറച്ചിയുടെ വെള്ളമില്ലേ, അത് അല്പം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇറച്ചിയുടെ ചാറ് ഒഴിച്ചതിന് ശേഷം തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ സവാള വറുത്തില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇച്ചിരി മുളക് ചതച്ചത് 1 ടേബിൾ സ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ഇളക്കി ഇനി നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റായി തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കൊണ്ടാട്ടം നല്ല ടേസ്റ്റോട് കൂടി തന്നെ തേയിട്ടുണ്ട്. ഒരുപാട് ഐറ്റങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ, പലപ്പോഴും ഇത് നോക്ക്, ഇത് ചെയ്ത് നോക്ക്, ഇത് കൊതിപ്പിക്കും. അതിന് യാതൊരു സംശയമില്ല.